ഉത്തരാഖണ്ഡിന് പിന്നാലെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും പൊതുവ്യക്തി നിയമം നടപ്പിലാക്കും. UCC ബിൽ ശരിയായ സമയത്ത് സംസ്ഥാനത്ത് അവതരിപ്പിക്കുമെന്നും ഇത് സംബന്ധിച്ച ബിൽ നിയമസഭയിൽ ഉടൻ അവതരിപ്പിക്കുമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിന് ശേഷം UCC നടപ്പാക്കുന്ന അടുത്ത സംസ്ഥാനം രാജസ്ഥാൻ ആകുമെന്ന് രാജസ്ഥാൻ മന്ത്രി കനയ്യലാൽ ചൗധരിയും പ്രതികരിച്ചിട്ടുണ്ട്. ശരത് പവാറിന് വൻ തിരിച്ചടി. NCP അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCP ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. ലെജിസ്ലേറ്റീവ് മെജോറിറ്റി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് പവാർ പക്ഷമാണ് യഥാർത്ഥ NCP എന്ന നിഗമനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചേർന്നത്. സഭയിലെ 81 NCP MLAമാരിൽ 51 പേരുടെയും പിന്തുണ അജിത്തിനായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും ഇനി അജിത് പവാർ പക്ഷത്തിന് ഉപയോഗിക്കാം. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ പേരും ചിഹ്നവും തീരുമാനിച്ച് അറിയിക്കാൻ ശരത് പവാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ ഇത് രണ്ടും കമ്മീഷനെ അറിയിക്കണം എന്നാണ് നിർദ്ദേശം.